السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا. ترحال شهر الصبر ولهفاه وانصرما واختص بالفوز في الجنات من خدما. وأصبح الغافل المسكين منكسرا مثلي فيا ويحه يا عظم ما حرما. من فاته الزرع في وقت البذار فما تراه يحصد إلا الهم والندما. طوبى لمن كانت التقوى بضاعته في شهره وبحبل الله معتصما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിൻ്റെയും ഈദ് ആഘോഷത്തിൻ്റെയും ശേഷം ഇതുപോലൊരു വേദിയിൽ വീണ്ടും നാം ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മിൽ സദാ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ നാം പരിശുദ്ധമായ ഈ റമളാനിൻ്റെ ശേഷം അവരുടെ ജീവിതത്തെ വളരെയേറെ ശ്രദ്ധയിലും ഭക്തിയിലുമൊക്കെ നിലനിർത്തുവാനുള്ള സജീവമായ ശ്രമങ്ങളിൽ ഏർപ്പെടേണ്ടവരാണ്. പരിശുദ്ധമായ ഒരു മാസക്കാലം കഴിഞ്ഞുപോയപ്പോഴേക്ക് റമളാൻ കഴിഞ്ഞു എന്ന എല്ലാ രൂപത്തിലുള്ള അടയാളങ്ങളും രാജ്യത്തൊട്ടാകെ പ്രത്യക്ഷമായിരിക്കുകയാണ്. അവയുടെ പ്രതിഫലനങ്ങൾ പള്ളികളിൽ നാം കാണുന്നു. പല രൂപത്തിലുള്ള സന്ദർഭങ്ങളിലൂടെ നാം അത് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം റമളാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് കടന്നിട്ടുള്ള നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭയം എൻ്റെ കർമ്മങ്ങൾ അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്ന ഭയമാണ്.
നാം എപ്പോഴും ഓർക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വചനം, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുക എന്ന് ഒരു പ്രത്യേക സന്ദർഭത്തെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചു തരുന്നുണ്ട്. നാം മനസ്സിലാക്കുക, മഹാന്മാരായ മുൻഗാമികൾ ഏതൊരു കർമ്മത്തിന്റെയും ശേഷം അതിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരുന്നവരും സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്ന് ഉത്കണ്ഠപ്പെട്ടവരുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ നൽകുന്ന ദാനധർമ്മങ്ങൾ, ആ ദാനധർമ്മങ്ങൾ അവർ നൽകുമ്പോൾ വിശ്വാസികളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്, അവരുടെ ഹൃദയങ്ങൾ പിടക്കുകയാണ്, തങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്ന ഭയവും ഉത്കണ്ഠയും അവരുടെ മനസ്സുകളെ പിടികൂടുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീർ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം പറഞ്ഞ ഒരു സംഭവം അതിൽ കാണാം. ഈ ആയത്തിൽ പറയുന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ അവര് വലിയ പേടിയുള്ളവരാണ് പടച്ച തമ്പുരാന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുന്നതിൽ എന്ന ആശയം അതിലുണ്ട്. ഈ ആയത്ത് കേട്ടപ്പോൾ മഹദിയായ സയ്യിദത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, പ്രവാചകരെ, ഈ ആളുകൾക്ക് അള്ളാഹനെ കണ്ടുമുട്ടുമ്പോൾ വലിയ ഭയമാണെന്ന് പറയാൻ കാരണം അവർ മദ്യപിക്കുന്നത് കൊണ്ടും വ്യഭിചരിക്കുന്നത് കൊണ്ടും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹറാമായ പ്രവൃത്തികൾ ചെയ്തിരുന്നവരായതുകൊണ്ടാണോ? അവരെ പറ്റിയാണോ ഈ പറയുന്നത്? അതുകൊണ്ടാണോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലണമല്ലോ എന്നോർത്ത് അവരുടെ ഹൃദയങ്ങൾ പിടക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മോളെ, അല്ല, അതല്ല അവരുടെ മനസ്സിന്റെ വേദനയുടെ ഉത്കണ്ഠയുടെ കാരണം. അവർ തെറ്റുകൾ ചെയ്തതുകൊണ്ടല്ല, മറിച്ചവർ യസൂമൂന വ യുസല്ലൂന വ യതസദ്ദഖൂന, അവർ നോമ്പെടുത്തവരാണ്, നമസ്കരിച്ചവരാണ്, ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, എല്ലാ നല്ല കാര്യങ്ങളിലും ഏർപ്പെടുമ്പോഴും അവരുടെ ഹൃദയങ്ങളിൽ വലിയ ഭയമുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, ബേജാറുണ്ട്. അല്ലാ യുതഖബ്ബല മിൻഹും, ഇത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്ന്. അവരുടെ ഹൃദയങ്ങൾ പിടക്കുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടണമല്ലോ എന്നോർത്ത് അവരുടെ ഹൃദയങ്ങൾ പിടക്കുന്നത്, ഞാൻ ഈ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു, നമസ്കാരം നിർവഹിച്ചു, നോമ്പ് നിർവഹിച്ചു, ഹജ്ജ് ചെയ്തു, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു, ഇനി ഇതിന്റെയൊക്കെ കണക്ക് നോക്കുന്ന നാളെത്തുമ്പോ, അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ഏതാണ് ആ ദിവസം? യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ വമാ അമിലത് മിൻ സൂഅ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. എല്ലാ ഓരോ ആത്മാവും കണ്ടുമുട്ടുന്ന ദിവസമാണ്, ഓരോ മനുഷ്യനും കണ്ടുമുട്ടുന്ന ദിവസമാണ്. ഓരോ ആത്മാവും മാ അമിലത്ത്, എന്താണത് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ അത് മിൻ ഖൈരിൻ, നന്മയില്ലെന്ന് മുഹ്ളറൻ, ഇങ്ങനെ ഹാജരാക്കപ്പെട്ട നിലയിൽ കാണുകയാണ്. വമാ അമിലത്ത് മിൻ സൂഅ, ഓരോരുത്തരും ചെയ്തിട്ടുള്ള തിന്മകളും അതാ പ്രത്യക്ഷമായി കാണുകയാണ്. നന്മ അണുത്തൂക്കമാണെങ്കിലും കാണും, തിന്മ അണുത്തൂക്കമാണെങ്കിലും കാണും. നമുക്കെല്ലാം സുപരിചിതമായ ആയത്താണത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു, ആര് അണുത്തൂക്കം നന്മ ചെയ്തിട്ടുണ്ടോ യറഹു, അതിനെ അവൻ കാണുന്നതാണ്. വമൻ യഅമൽ, ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മിസ്ഖാല ദർറത്തിൻ, അണുത്തൂക്കം, ശർറൻ, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ യറഹു, അതിനെയും അവൻ കാണുന്നതാണ്.
അങ്ങനെ പ്രത്യക്ഷമായി ഓരോരുത്തരും ചെയ്തിട്ടുള്ള നന്മ തിന്മകൾ ഇങ്ങനെ കാണുമ്പോ അതാ ആ ഘട്ടത്തിൽ തിന്മ ചെയ്ത മനുഷ്യൻ കൊതിക്കുകയാണ്, ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ, തന്റെയും ആ പാപങ്ങളുടെയും ഇടയിൽ വലിയ ദൂരമുണ്ടായെങ്കിൽ, ഞാനിങ്ങനെ ഒരു തിന്മ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ. ആ ഘട്ടത്തിൽ അള്ളാഹു അവരോട് വിളിച്ചു പറയും, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅ്മാലുകും ഉഹ്സിഹാ ലക്കും, ഇതായി കാണുന്നതൊക്കെ നിങ്ങൾ ചെയ്ത അമലുകളാണ്, നിങ്ങൾ ചെയ്ത പ്രവൃത്തികളാണ്. ഉഹ്സിഹാ ലക്കും, നിങ്ങൾക്ക് വേണ്ടി അതാ അതൊക്കെ ക്ലിപ്തപ്പെടുത്തി എഴുതി രേഖപ്പെടുത്തി വെച്ചതാണ്. സുമ്മ വഫീകും ഇയ്യാഹാ, അവയുടെ യഥാർത്ഥമായ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരികയും ചെയ്യും ഇന്നത്തെ ദിവസം. അതുകൊണ്ട് ഫമൻ വജദ ഖൈറൻ, ആരെങ്കിലും നല്ലത് കാണുന്നുവെങ്കിൽ, നന്മ പ്രവർത്തിച്ചതായി ഒരാൾ കാണുന്നുവെങ്കിൽ, ഫൽയഹ്മദില്ലാഹ, അവൻ അല്ലാഹനെ സ്തുതിച്ചു കൊള്ളട്ടെ. വമൻ വജദ ഗൈറ ദാലിക, അതല്ലാത്തത് വല്ലതും ഒരാൾ ഇതിൽ കാണുന്നെങ്കിൽ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, തന്നെ തന്നെ അല്ലാതെ അവൻ വിമർശിക്കേണ്ടതില്ല. അപ്പൊ അവരവര് ചെയ്തതാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞ് കൃത്യമായി അവിടെ രേഖപ്പെട്ട് കാണുമ്പോ ഇത് അള്ളാന്റെ അടുക്കൽ എത്രമാത്രം സ്വീകരിക്കപ്പെട്ടതാകും അല്ലേ എന്നതോർത്ത് വലിയ വേദനയും വലിയ ബേജാറുമുള്ളവരാണ് വിശ്വാസികൾ എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ റമദാൻ കഴിഞ്ഞപ്പോ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ബേജാറ് വാസ്തവത്തിൽ വേണ്ടതാണ്. പക്ഷെ നമുക്കതുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ ഇപ്പോഴും, അല്ലാഹുവേ എന്റെ റമദാനിലെ നോമ്പ് സ്വീകരിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ആ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിച്ചോ ഇല്ലേ എന്നതിനെ കുറിച്ച് നമുക്ക് വേദനയുണ്ടോ? നമുക്ക് അതിലുള്ള ബേജാറുണ്ടോ, ഉത്കണ്ഠയുണ്ടോ? അത് വേണം, അത് ഈമാനിന്റെ ലക്ഷണമാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നമ്മൾ എപ്പോഴും ഓർക്കാറുള്ള ഒരു ചരിത്രമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പരിശുദ്ധ കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞ ഉടനെ അവരിരുവരും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്താണല്ലോ നമ്മൾ സ്വീകരിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥന ഖുർആനിൽ ഒരു സ്ഥലത്താ ഉള്ളത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, ഞങ്ങളുടെ റബ്ബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ. ആ വചനം ഖുർആനിൽ ഒരു സ്ഥലത്താ ഉള്ളത്. അതെവിടെയാ വന്നത്? ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ. ഏതാണത് സന്ദർഭം? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പ്രാർത്ഥിച്ച നേരമാണ് ആ പറയുന്ന സന്ദർഭം. എപ്പോഴാണ് അവർ പ്രാർത്ഥിച്ചത്? അള്ളാന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധ കഅബാലയം നിർമ്മിച്ചതിന്റെ ശേഷം. പടച്ച റബ്ബാണ് നിർദ്ദേശിക്കുന്നത്. ചെയ്യുന്ന കർമ്മമോ ഈ ലോകത്ത് ഏറ്റവും പവിത്രമായ പള്ളിയുടെ ആ കഅബാലയത്തിന്റെ നിർമ്മാണമാണ്. ചെയ്തവരാരാണ്? അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യയോഗ്യരായ 2 പ്രവാചകന്മാരുമാണ്. നിർദ്ദേശിച്ചവൻ മഹാൻ, ചെയ്ത കാര്യം ഏറ്റവും വിലപ്പെട്ടത്, ചെയ്തവരോ മഹാന്മാർ. എന്നിട്ടും അവരുടെ മനസ്സിൽ ബേജാറ്. സ്വീകരിക്കാതെ പോകുമോ? ഇത് വല്ല കുറ്റവും കുറവും ഉണ്ടായിട്ട് നാളെ പരലോകത്തെത്തുമ്പോ ഈ നിർമ്മിച്ചതിന്റെ കൂലി ഇല്ലാതെ പോകുമോ? വല്ല നിയത്തിൽ വല്ല കളങ്കവും വന്നുപോയോ? എന്തെങ്കിലും സംഭവിക്കോ? ആ 2 പ്രവാചകന്മാർക്കും പേടി. അതുകൊണ്ടാണ് രണ്ടാളും പ്രാർത്ഥിക്കുന്നു, ഇത് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു പറയുന്നത്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കഅബ നിർമ്മാണം പൂർത്തിയാക്കിയതിന്റെ ശേഷം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഖുർആനിൽ കാണുന്ന റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളൊക്കെ അപ്പൊ എത്ര തവണ ദുആ ചെയ്യണം? എത്ര തവണ പ്രിയപ്പെട്ടവരെ നമ്മൾ ദുആ ചെയ്യണം? ഒരു റമദാൻ കഴിഞ്ഞു, നമ്മൾ നോമ്പെടുത്തു, 30 നോമ്പെടുത്തു. പടച്ചോനെ, അതിൽ എത്രണ്ണം കബൂലായിട്ടുണ്ടാകും? എന്തൊക്കെ അതിൽ സംഭവിച്ചിരിക്കാം? ഫിത്ർ സക്കാത്ത് നൽകി, നിർബന്ധ സക്കാത്ത് നൽകി, തറാവീഹ് നമസ്കരിച്ചു, അതുപോലെ തന്നെ ഖുർആൻ ഓതി, കുറെ ഖത്മുകൾ ഓതി തീർക്കാൻ പരിശ്രമിച്ചു, അധ്വാനിച്ചു, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു, നല്ല നല്ല വേദികളിൽ എത്തി, ഒരുപാട് നന്മയിൽ മുന്നേറാൻ നമുക്ക് സാധിച്ചു. പക്ഷേ ഇതിന്റെയൊക്കെ കണക്ക് നോക്കുന്ന ദിവസം അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ എന്തായിരിക്കും ഇതിന്റെയൊക്കെ സ്ഥിതി എന്ന ഒരു ബേജാറ് നമ്മുടെ മനസ്സിലുണ്ടാകണം. മഹാന്മാരായ മുൻഗാമികളായ
സലഫുസ് സാലിഹീങ്ങളെ സംബന്ധിച്ചുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാം. റമദാനിന്റെ 6 മാസം മുമ്പ് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അല്ലാഹുവേ, നീ ഞങ്ങളെ ആരോഗ്യത്തോടുകൂടെ റമദാനിൽ എത്തിക്കണേ, ആരോഗ്യത്തോടുകൂടെ ഞങ്ങളെ റമദാനിൽ എത്തിച്ച് ഞങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് തരണേ എന്ന് അവര് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് സലഫുസ് സാലിഹീങ്ങളെ സംബന്ധിച്ചുള്ള വിവരണ വേളകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റമദാനിന്റെ മുമ്പ് 6 മാസം അതാണ് അവരുടെ സ്ഥിതിയെങ്കിൽ, റമദാൻ കഴിഞ്ഞാലുള്ള 6 മാസം അവരുടെ സ്ഥിതി എന്താണ്? നിരന്തരം പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന്. 6 മാസക്കാലം റമദാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ റമദാനിലെ ഒരു സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന. പിന്നെയുള്ള 6 മാസമോ ആരോഗ്യത്തോടെ ഈ വരുന്ന റമദാനിൽ ഇബാദത്തെടുക്കാനുള്ള തൗഫീഖിൽ ആ മാസത്തിലേക്ക് എത്തിക്കണേ എന്ന പ്രാർത്ഥന. ഇങ്ങനെ നിരന്തരം ആ ഒരു മാനസികമായ അവസ്ഥ കാത്തു സൂക്ഷിച്ചിരുന്നവരായിരുന്നു മുത്തഖീങ്ങൾ, നല്ലവരായ മുൻഗാമികൾ എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണമേ എന്ന പ്രാർത്ഥനയാണ്. ഇനി നാം മനസ്സിലാക്കുക, ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കുക, ഇത് സ്വീകരിക്കപ്പെട്ടതായോ അല്ലേ എന്നറിയാനുള്ള ചില അടയാളങ്ങളുണ്ട്. നമ്മുടെ കർമ്മം സ്വീകാര്യയോഗ്യമായോ അല്ലേ, അത് 100% അറിയാ പടച്ചവന്റെ കോടതിയിൽ എത്തുമ്പോഴാണ്. പക്ഷെ ഇവിടെ നിന്നേ ഒരു പരിശോധന നടത്താൻ അവസരമുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതെന്താ? ശവ്വാൽ മുതൽക്കുള്ള ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി എന്നാണ് അവര് പറയുന്നത്. ശവ്വാൽ മുതൽക്കുള്ള നമ്മുടെ ജീവിതം, ശവ്വാൽ 1 മുതൽ പെരുന്നാൾ മുതൽ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം, ഇപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞു, എങ്ങനെയായിരുന്നു, ഇനി അങ്ങോട്ടുള്ള ജീവിതവും എങ്ങനെയായിരിക്കണം എന്നത് ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുവെങ്കിൽ നമുക്ക് സമാധാനിക്കാം, കഴിച്ച ഔഷധം കുറച്ചൊക്കെ ശരീരത്തിന് ഫലിക്കുന്നുണ്ട് എന്ന്. ഇല്ലെങ്കിലോ ആ മരുന്ന് കഴിച്ചതൊക്കെ വെറുതെയായി. വലിയ അധ്വാനമായിരുന്നു. അന്ന് നമുക്ക് കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു, കാതുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു, നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു, നമ്മുടെ കൈകാലുകളെ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു, നമ്മെ മുഴുവൻ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു. എന്തായിരുന്നു കാരണം? പരിശുദ്ധമായ റമദാനിലെ വ്രതാനുഷ്ഠാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഞാനെന്ന ബോധമായിരുന്നു അത്. ആ ബോധം വരുമ്പോ പറ്റൂല, അടങ്ങ്, നീ അത് കാണരുത്, കേൾക്കരുത്, പറയരുത്, പോകരുത്, നോക്കരുത്, അവിടെ പോകരുത്, ചെയ്യരുത് ഒക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞു. എന്താ കാരണം? നോമ്പാണ്. ഇനി ആ നോമ്പിന്റെ പിൻബലമില്ലാതെ നമുക്കിനിയും മുത്തഖീങ്ങളായി ജീവിക്കാൻ സാധ്യമാണോ എന്നതാണ് നാം ഇനി വരും നാളുകളിൽ നാം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എന്റെയും നിങ്ങളുടെയും മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇനി എന്താണ്? നോമ്പിന്റെ പിൻബലമില്ലാതെ തന്നെ നിനക്ക് മുത്തഖിയാകാൻ സാധ്യമാണോ? ആ ചോദ്യത്തിനായി നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. റമദാനിൽ ഒരു ഒഴുക്കാണ്. എല്ലാവരും നോമ്പുകാരാണ്, ഞാനും നോമ്പുകാരനാണ്. എല്ലാവരും അതാ ജമാഅത്ത് വാങ്ക് കേട്ട പള്ളിയിലേക്ക് ഓടുന്നു, ഞാനും പോകുന്നു. എല്ലാവരും അതാ തറാവീഹ് നിസ്കാരത്തിന് ഓടുന്നു, ഞാനും പോകുന്നു. എല്ലാവരും അതാ മറ്റ് ഹറാമുകളിൽ നിന്നൊക്കെ മാറി ഖുർആൻ ഓതുന്നു, പള്ളിയിൽ സമയം കഴിച്ചു കൂട്ടുന്നു, ഞാനും കഴിച്ചു കൂട്ടുന്നു. അപ്പൊ എല്ലാവരും എന്നതാകുമ്പോ ഒരു സുഖമുണ്ടതിൽ, ഒരു സുഖം. ഒഴുക്കിലിങ്ങനെ ഒപ്പങ്ങനെ പോകുമ്പോ ഒരു സുഖം. അതേ അവസരത്തിൽ ഒഴുക്കങ്ങ് നിൽക്കുമ്പോൾ ഇപ്പൊ ഒഴുക്കൊക്കെ നിന്നു. ഇപ്പൊ പള്ളികളിൽ പണ്ടത്തെ തിരക്കില്ല. പോയി നോക്കൂ, നിങ്ങൾ സുബഹിക്ക് പങ്കെടുക്കുന്ന പള്ളികളെല്ലാവരും ഒന്ന് മനസ്സിൽ കാണൂ. നിങ്ങളെല്ലാവരും സുബഹി നമസ്കരിക്കുന്ന പള്ളികളൊന്ന് മനസ്സിൽ കാണൂ. കാലിയാണ്. നിറഞ്ഞു നിന്നിരുന്ന പള്ളികൾ 2, 2.5, 3, 3.5 സഫുകളിൽ ഒതുങ്ങുന്നു. എവിടെ പോയി ആളുകളൊക്കെ? ഈ മനുഷ്യന്മാരൊക്കെ എവിടെ പോയി? മരിച്ചുപോയോ? വിസ ക്യാൻസലാക്കി നാട്ടിൽ പോയോ? മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറിയോ? റൂം മാറിയതാണോ? ഒന്നുമല്ല. എല്ലാവരും ആ പള്ളിയുടെ പരിസരത്ത് സുഖമായി ഉറങ്ങുന്നുണ്ട്. അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ഏറ്റവും ഉത്തമം നമസ്കാരമാണ്. വരൂ, വിജയിക്കണോ, വരൂ പള്ളിയിലേക്ക്, അതാ നമസ്കാരത്തിലേക്ക് വരൂ എന്നിങ്ങനെയുള്ള വിളിയാളം കേൾക്കുന്നുണ്ട്. അവരുടെ കർണപുടങ്ങളിൽ അത് വന്ന് അലക്കുന്നുണ്ട്. പക്ഷേ ഇല്ല, പള്ളികളിലേക്കില്ല. അതെന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തകൂനു ഇമ്മ, നിങ്ങൾ ഒപ്പം കൂടികളാകരുത്.
ഒപ്പം കൂടിയുടെ സ്വഭാവം എന്താണ്? എല്ലാവരും നന്മ ചെയ്യുമ്പോൾ അവനും നന്മ ചെയ്യും. അങ്ങനെ പറ്റൂല എന്നാണ്. എല്ലാവരും നന്മയും ഞാനും ചെയ്യാം, അതിന് വലിയൊരു പ്രയാസമല്ല. എല്ലാവരും നന്മ ചെയ്യുമ്പോൾ ഞാനും നന്മ ചെയ്യാ, നന്മയുടെ ഒരു സീസൺ. ആ സീസണിലൊരു ഭക്തി. എല്ലാവരും പള്ളിയിൽ പോണവ ഞാനും പോവാ, മോശല്ലേ ഇവിടെ ഇങ്ങനെ നിൽക്കണത്? എല്ലാവരും നോമ്പാണ്, എനിക്കും നോമ്പാണ്. ഇതുവരെ പള്ളി കയറാത്തവനോ ഒന്ന് പള്ളി കയറി, ഒക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഇപ്പൊ ആ ഒഴുക്കിന് തീർന്നപ്പോ ഖുർആൻ ഒരു കാര്യം പറഞ്ഞില്ലേ, മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരും പോലെ. മലവെള്ളത്തിൽ പലതും ഉണ്ടാവും, ചപ്പും ചവറും ചണ്ടിയും ഒക്കെ ഒഴുകി ഒന്നാകെ അങ്ങോട്ട് വരും. എന്നിട്ട് ഖുർആൻ പറയണേ, അതിലെ നുരയും പതയുമൊക്കെ ആ മലവെള്ളം ഒതുങ്ങുന്നതോടുകൂടി കാണാനില്ല. നുരയും പതയൊക്കെ ഭയങ്കരമായിരിക്കും മലവെള്ളമാണ് വരുമ്പോ. വെള്ളാണ് പോയാ നുരയും പതിയൊന്നും കാണാനില്ല, ഒഴുക്ക് നിന്നു. എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല വസ്തുക്കൾ വല്ലതും അതിലൂടെ ഒഴുകി വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ ആ മണ്ണിലേക്ക് ആണ്ടിറങ്ങിയിട്ട് അത് കായ്കളും കനികളും പുഷ്പങ്ങളും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വന്ന് അതവിടെ തന്നെ സ്ഥിരമായി നിലനിൽക്കുന്നു. റമദാനിലുള്ള ഒഴുക്കിൽ ആ ഒഴുക്ക് ഇങ്ങനെ നോക്കിയിട്ട് പള്ളിയിലേക്ക് പോയപ്പോ എന്തായിരുന്നു? മഗ്രിബിനൊക്കെ തിരക്ക്. എന്താ? നല്ല ബിരിയാണിയാണ് പള്ളിയിൽ, നല്ല ബിരിയാണി പള്ളിയിൽ. അപ്പൊ ഭയങ്കര ഫുൾ. സാധാരണ പോണവനക്കൊക്കെ പിന്നിലായി, ഓൻ പറഞ്ഞിട്ടാണ്ട് എത്താൻ വിചാരിക്കുന്നവനൊക്കെ പിന്നിലായി. ഒന്നാം സഫില് മുന്നിൽ ആളുകളായി. അവര് പിന്നെ റമദാൻ കഴിഞ്ഞു, അവര് പോയി. എവിടെയാണ് മാറ്റം സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, ഒരൽപ്പം ദുന്യാവിന്റെ ആനുകൂല്യങ്ങൾ കിട്ടും എന്ന് കണ്ടാൽ മുട്ടുകുത്തി ഞെരങ്ങിയിട്ടെങ്കിലും അവർ പള്ളിയിലേക്ക് എത്തുമായിരുന്നു ജമാഅത്തിന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിൽ ജീവിച്ച മുനാഫിക്കീങ്ങളെ സംബന്ധിച്ചു പറഞ്ഞു. അഥവാ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നബിയും സഹാബത്തൊക്കെ മടങ്ങി വന്ന് യുദ്ധത്തിൽ ലഭിച്ച സമരാർജിത സ്വത്തുക്കൾ പള്ളിയിൽ വെച്ച് വിഹിതം വെക്കുന്ന നേരത്ത് മദീനത്തെ പള്ളിയിൽ അതുവരെ വരാത്ത, നമസ്കാരത്തിന് വരാത്ത മുനാഫിക്കീങ്ങളൊക്കെ നിറഞ്ഞു കവിയുമായിരുന്നു എന്നാണ്. എന്താ കാരണം? അവിടെ പൈസ വിതരണം ചെയ്യുന്നുണ്ട്, അവിടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ആട്ടിന്റെ കുളമ്പെങ്കിലും കിട്ടുമെന്ന് കണ്ടാൽ, അത്രയെങ്കിലും ഭൗതികമായി ഒരു നേട്ടമുണ്ടെങ്കിലേ മുനാഫിക്ക് പള്ളിയിൽ വരൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനത്തെവരല്ല, ആവാൻ പാടില്ല. അള്ളാഹു നമ്മെ അത്തരക്കാരിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ഭയഭക്തി ഒരു സീസണിൽ ഒതുങ്ങി നിൽക്കുകയാണ്. സഹോദരിമാര് പലരും റമദാനാകുമ്പോ അതാ വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ടായിരുന്നു. പരിശുദ്ധ റമദാൻ ആയതോടുകൂടി റമദാനിന്റെ അവസാന മഗ്രിബിനാണ് എടുത്തു വെച്ചതാ ഖുർആൻ. ഇനി അത് തുറക്കൂല, ഇനി അത് തുറക്കൂല പല ആളുകളും. വാസ്തവത്തിൽ അങ്ങനെയാണോ വേണ്ടത്? അല്ല. ഈ കഴിഞ്ഞ റമദാൻ നമ്മിൽ വല്ല സ്വാധീനവും ഉണ്ടാക്കിയോ എന്ന് നോക്കേണ്ടത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലൂടെയാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലൂടെയാണ്. ജമാഅത്ത് നമസ്കാരം, അതിൽ നമുക്ക് കണിശത പുലർത്താൻ സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക, ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സ്വലാത്തുൽ ഖൗഫിന്റെ നിയമം പഠിപ്പിച്ചു. എന്താ സ്വലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ? യുദ്ധരംഗത്ത് ശത്രുവുമായി ഏറ്റുമുട്ടുന്ന നേരത്ത് പോലും നമസ്കാരത്തിന്റെ നിയമങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ശത്രുവുമായിട്ട് യുദ്ധക്കളത്തിൽ ആയിരിക്കുന്ന നേരത്ത് വരെ സ്വലാത്തുൽ ഖൗഫ്, ഭയമുള്ള നേരത്തുള്ള നമസ്കാരത്തിന്റെ നിയമം ഖുർആൻ പറയുന്നുണ്ട്. അത് പറയുന്നിടത്ത് നിങ്ങൾ നോക്കൂ, ഒരുപാട് ഇളവുകൾ ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് നൽകുന്നുണ്ട്, ഇസ്ലാം നൽകുന്നുണ്ട്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് സാധാരണ നമസ്കാരത്തിൽ നമുക്ക് അധിക ചലനങ്ങൾ പാടില്ല. നിസ്കരിക്കുമ്പോൾ നമ്മൾ അധികം ഇങ്ങനെ കയ്യും കാലും ഇളക്കി ശരീരം ചലിപ്പിക്കാൻ പാടില്ലല്ലോ. എന്നാൽ യുദ്ധരംഗത്ത് ഇസ്ലാം പറഞ്ഞു, നടക്കേണ്ടി വന്നാൽ നടന്നു നിസ്കരിച്ചോ, അതുപോലെ തന്നെ ഓടേണ്ടി വന്നാൽ ഓടാം, ശരീരം ഇളക്കാം, ആയുധം കയ്യിലേന്താം, മുന്നോട്ട് നടക്കാം, പിന്നോട്ട് നടക്കാം എന്നൊക്കെയുള്ള ഇളവുകൾ നൽകി. റക്അത്തിന്റെ എണ്ണത്തിൽ ഇളവുകൾ നൽകി, റക്അത്തിന്റെ രൂപത്തിൽ ഇളവുകൾ നൽകി, അതിന്റെ എണ്ണത്തിൽ ഇളവുകൾ നൽകി. പല കാര്യങ്ങൾക്കും യുദ്ധരംഗത്തുള്ള നമസ്കാരത്തിന് ഇളവ് നൽകിയപ്പോഴും ഖുർആൻ എന്തിന് ഇളവ് നൽകിയില്ല? നമ്മളൊക്കെ ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ചോ എന്ന് പറഞ്ഞില്ല. യുദ്ധരംഗത്ത് നിസ്കരിക്കുന്നിടത്തു പറഞ്ഞതെന്താണ്? അള്ളാന്റെ റസൂലിന്റെ കൂടെ ജമാഅത്തായി നിർവഹിക്കാനാണ്. നോക്കൂ നിങ്ങൾ, യുദ്ധരംഗത്ത്
ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് തമ്പിൽ പോയി നമസ്കരിച്ചോളൂ, നിങ്ങളുടെ ടെന്റുകളിൽ പോയി ഒറ്റക്കൊറ്റക്ക് നമസ്കാരം നിർവഹിച്ചോളൂ എന്ന ഇളവാണ് നൽകിയിരുന്നതെങ്കിൽ അവർക്ക് ഓടേണ്ടിയിരുന്നില്ല, അവരുടെ എണ്ണം കുറഞ്ഞേണ്ടിയിരുന്നില്ല, റക്അത്തിന്റെ എണ്ണം ചുരുക്കേണ്ടിയിരുന്നില്ല, നിസ്കാരത്തിന്റെ രൂപങ്ങളിൽ മാറ്റം വരുത്തേണ്ടിയിരുന്നില്ല. ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധിച്ച് ഒറ്റക്ക് പൂർണ്ണമായി നമസ്കരിക്കാമായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്തോ, അധികം കൈയും കാലൊക്കെ ചലിപ്പിക്കേണ്ടി വന്നാലും നടക്കേണ്ടി വന്നാലും എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും അതിലൊക്കെ ഇളവ് നൽകി. പക്ഷേ ജമാഅത്തിന്റെ കാര്യത്തിൽ ഇളവ് നൽകിയില്ല. ജമാഅത്തിന്റെ കാര്യത്തിൽ ഇളവ് നൽകിയില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നത് വൈദാ കുൻത ഫീഹിം ഫഖംത ലഹുമുസ് സ്വലാത്ത ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നുവെന്ന്. ഓരോരുത്തരും അവരുടെ കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നമസ്കരിക്കേണ്ടുന്ന രൂപങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഖുർആൻ അങ്ങ് വിവരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സുജൂദ് ചെയ്യുമ്പോ നിങ്ങൾ നിസ്കാരത്തിന് നിൽക്കുമ്പോ ആയുധമെടുത്തു നിന്നോളൂ, അങ്ങനെ ഒരു കൂട്ടർ സുജൂദ് ചെയ്യുമ്പോൾ മറ്റവർ കാത്തു നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക രൂപത്തിലുള്ള നിസ്കാരം പഠിപ്പിച്ചപ്പോഴും എന്താ പറയുന്നത്? ഒറ്റക്കൊറ്റക്ക് ചെയ്തോന്ന് അപ്പോഴും പറയുന്നില്ല. അപ്പൊ എത്രയാണ് ഇതിന്റെ ഗൗരവം? ജമാഅത്ത് നമസ്കാരം വളരെ ഗൗരവമാണ്. അത് റമളാനിൽ നമ്മൾ കണിശത കാത്തു സൂക്ഷിച്ചവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, റമളാനിലെ നാഥൻ തന്നെയാണ് ശവ്വാലിലും നമ്മോടൊപ്പമുള്ളത്. അവൻ തന്നെയാണ് കൽപ്പിക്കുന്നത്. ജമാഅത്തിന്റെ കാര്യത്തിൽ നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ ശ്രദ്ധ നമുക്കുണ്ടാകണം. നമസ്കാരങ്ങൾ സമയത്ത് നിർവഹിക്കുവാനുള്ള ശ്രദ്ധ നാം ഏറ്റവും കൂടുതൽ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റമളാൻ കഴിഞ്ഞാലും റമളാനിൻ്റെതായ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ ഉതകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സുന്നത്ത് നോമ്പുകൾ. പരിശുദ്ധ റമളാൻ കഴിഞ്ഞാലും സുന്നത്ത് നോമ്പുകൾക്ക് ചാൻസുകൾ ഇനിയും എമ്പാടുമാണ്. നമുക്കതാ ഇപ്പോൾ തന്നെ ഒരു ചാൻസ് ഉണ്ടല്ലോ. ശവ്വാൽ മാസത്തിലെ 6 നോമ്പ് നമുക്ക് അനുഷ്ഠിക്കൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരാൾ റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയും ശവ്വാലിൽ നിന്ന് 6 ദിവസം പിന്നീട് അതിനെ തുടർന്നുകൊണ്ട് നോമ്പെടുക്കുകയും ചെയ്താൽ കൊല്ലം മുഴുവൻ നോമ്പെടുത്തതിന് തുല്യമാണ് എന്ന ആശയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമുക്ക് ഏറ്റവും പുണ്യമുള്ളൊരു സംഗതിയാണത്. ഇന്ന് ഖുത്ബയിൽ നമ്മൾ വിവരിച്ചതാണ്. സുദീർഘമായി ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ അവിടെ പങ്കെടുത്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു സൂചന രൂപത്തിൽ നൽകുകയാണെന്ത്? പരിശുദ്ധ റമളാൻ കഴിഞ്ഞു, ശവ്വാലിലെ 6 നോമ്പ് നമുക്കെടുക്കാൻ സാധ്യമായിട്ടില്ലെങ്കിൽ നിരാശരാവേണ്ടതില്ല. ഈ മാസം അവസാനിക്കുന്നതിന്റെ മുമ്പായി ഏതെങ്കിലും 6 ദിവസം അനുഷ്ഠിച്ചാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പുണ്യം കരസ്ഥമാകുന്നതാണ്. റമളാനിലെ നോമ്പുകൾ വല്ല വിധേനയും നഷ്ടപ്പെട്ടവരാണെങ്കിൽ ആ നഷ്ടപ്പെട്ട നോമ്പുകൾ ഖളാ വീട്ടുന്നതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതിന്റെ ശേഷം നമ്മൾ ഈ ശവ്വാലിൽ തന്നെ 6 നോമ്പും അനുഷ്ഠിക്കുന്നതാണ് ഉത്തമം എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. കാരണം ഹദീസിന്റെ വാചകം അതാണ് തെളിയിക്കുന്നത്. മൻ സാമ റമളാന, റമളാൻ നോമ്പെടുക്കുക. അപ്പൊ റമളാനിലെ മുഴുവൻ നോമ്പെടുത്തിട്ട് പിന്നീട് 6 എണ്ണം ശവ്വാലിൽ നിന്ന് അനുഷ്ഠിക്കുകയും ചെയ്താൽ അത് ഏറ്റവും വർഷം മുഴുവൻ നോമ്പെടുത്തതുപോലെ എന്ന മഹത്വമായ ഏറ്റവും വലിയ പുണ്യത്തിന് നമ്മെ അർഹരാക്കി തീർക്കുന്നു എന്നതാണ്. അതുകൊണ്ട് അതിപ്പോ കുറച്ചൊരു പ്രയാസാണെങ്കിലും നമുക്കത് വലിയ പുണ്യത്തിന് കാരണമാണ്. ഏതെങ്കിലും സംഗതിവശാൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വീണ്ടെടുത്ത് ഇനിയുമുണ്ടല്ലോ. ഇപ്പൊന്ന് ശവ്വാൽ കുറച്ചല്ലേ ആയുള്ളൂ. ശവ്വാൽ ഇന്ന് 8 കഴിഞ്ഞ് 9ാമത്തെ രാത്രിയിലാണ് നമ്മളുള്ളത്. ഇനിയും നമ്മുടെ മുമ്പിൽ 10-20 ദിവസങ്ങളിലേറെ ബാക്കി കിടക്കുകയാണ്. വീട്ടേണ്ടവർക്ക് വീട്ടാൻ, റമളാനിലേതും വീട്ടാനും ശവ്വാലിലേത് തന്നെ നമുക്ക് 6 ദിവസം അനുഷ്ഠിക്കാനുമൊക്കെ നമ്മുടെ മുമ്പിൽ ഇനിയും സമയമുണ്ട്, സന്ദർഭമുണ്ട്. തുടർച്ചയായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമുക്ക് സൗകര്യമുള്ള ദിവസങ്ങളിലാണെങ്കിൽ അങ്ങനെ. ഏതായിരുന്നാലും നമ്മൾ ആ പുണ്യത്തെ സംബന്ധിച്ചിടത്തോളം ഓർക്കുക. അതുപോലെ തന്നെ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പ് സുന്നത്തുണ്ട്. അതുപോലെ തന്നെ മുഹറം 9-നും 10-നും നോമ്പ് സുന്നത്തുണ്ട്. അതുപോലെ എല്ലാ അറബി മാസവും 13, 14, 15 എന്നീ ദിവസങ്ങൾ നോമ്പ് സുന്നത്തുണ്ട്. ഇങ്ങനെ അറഫാ ദിനത്തിൽ നോമ്പ് സുന്നത്തുണ്ട്. ഇങ്ങനെ ഇസ്ലാമികമായി നമ്മുടെ മുമ്പിൽ ഇനിയുമതാ വ്രതം അനുഷ്ഠിക്കുവാനുള്ള പ്രത്യേകമായ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് ദിവസം മുഴുവൻ ഞാൻ നോമ്പെടുക്കട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു.
ഒരാൾ ചോദിച്ചു, ഞാൻ ദിവസം മുഴുവൻ നോമ്പെടുക്കട്ടെയോ? പാടില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ എപ്പോഴും നോമ്പെടുക്കണമെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പേ നമുക്ക് അനുവദനീയമാവുകയുള്ളൂ. മഹാനവറുകൾ ഒരു ദിവസം നോമ്പ്, പിറ്റേന്ന് നോമ്പില്ല, പിറ്റേന്ന് നോമ്പുണ്ട്, പിറ്റേന്ന് നോമ്പില്ല, അങ്ങനെ ചെയ്യാമെന്നതല്ലാതെ സ്ഥിരമായി നോമ്പെടുക്കാൻ ഒരു കാരണവശാലും പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി തന്നെ പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. എന്തായാലും പ്രിയപ്പെട്ടവരെ, സ്ഥിരം നോമ്പെടുത്തിട്ടുള്ള തെറ്റൊന്നും നമുക്കാർക്കും വരൂല. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ നോമ്പിന്റെ കാര്യത്തിൽക്കും നമ്മൾ എത്തൂല. ഒരു തിങ്കളാഴ്ച ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എടുക്കാവുന്ന ഒരവസ്ഥ. അങ്ങനെ നമ്മൾ ആ ഒരു പ്രത്യേകമായ പുണ്യത്തെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിലനിർത്തുവാൻ ഉതകുന്ന നിലക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് സുന്നത്തായ കർമ്മങ്ങൾ കൂടി നിശ്ചയിച്ചിരുന്നിരിക്കുകയാണ്. നമ്മുടെ നോമ്പിലൊക്കെ വന്നിട്ടുള്ള അപാകതകൾ ഒരുപാടുണ്ടാകും പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ കുറെ ഉണ്ടാകും. അതാ റമളാനിന്റെ ആ നോമ്പിന്റെ കാര്യമെടുത്ത് പരിശോധിക്കപ്പെടുന്ന നേരത്ത് കുറ്റങ്ങളും കുറവുകളും പരിഹരിക്കപ്പെടാവുന്ന നിലക്ക് ഈ അടിമക്ക് വല്ല സുന്നത്തു നോമ്പുകളും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അല്ലാഹു മലക്കുകളോട് ഓർഡർ കൊടുക്കുന്ന നേരത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിർബന്ധമായ നോമ്പുകളിൽ വന്നിട്ടുള്ള പോരായ്മകൾക്ക് പരിഹാരമാകുന്ന നിലക്ക് സുന്നത്തു നോമ്പുകളുടെ എണ്ണം കൂടിയാൽ നമുക്കത് പരലോകത്ത് വലിയ നേട്ടമായിരിക്കും, സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് ഫർളിൽ വന്നിട്ടുള്ള അപാകതകൾക്ക്, ഒരു പോരായ്മക്ക് പരിഹാരം കൂടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സുന്നത്തു നോമ്പുകൾ. പിന്നെയോ റമളാനിൽ നമ്മൾ നിർവഹിച്ചിരുന്ന മറ്റൊരു കാര്യം എന്താണ്? രാത്രിയിലെ നമസ്കാരമാണ്. റമളാനിലാകുമ്പോൾ നീണ്ട നമസ്കാരത്തിനിടക്ക് സഹാബിമാരുടെ കാലത്തൊക്കെ സുദീർഘമായി നിസ്കരിക്കുമ്പോ ഒരു റെസ്റ്റ് അതിന്റെ ഇടക്ക് വരുന്നു എന്ന നിലക്ക് തറാവീഹ് എന്ന പേര് വന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തറാവീഹ് എന്ന ഒരു പേരില്ല. അങ്ങനെ ഒരു പേരിൽ ഒരു പ്രത്യേകമായ നമസ്കാരം അറിയപ്പെട്ടിട്ടില്ല. പിൽക്കാലത്ത് ഈ ദൈർഘ്യതയ്ക്ക് ഇടക്ക് അതാ 2 റക്അത്തും 4 റക്അത്തും ഒക്കെ കഴിഞ്ഞിട്ട് ഇടക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചിരുന്നത് കൊണ്ട് ഈ റെസ്റ്റ് എടുക്കുക എന്ന അർത്ഥം വരുന്ന തറാവീഹ് എന്ന പേര് വന്നതാണ്. വാസ്തവത്തിൽ അത് രാത്രിയിലെ നമസ്കാരം തന്നെയാണ്. അതെല്ലാ കാലത്തുമുള്ള നിസ്കാരം തന്നെയാണ്. അതാ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഫജ്റാകുന്നതിന്റെ ഇടക്കുള്ള ആ രാത്രിയുടെ സമയങ്ങളിൽ ഇടക്ക് ഏത് സമയത്തും നിർവഹിക്കാവുന്ന, എന്നാൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നിർവഹിക്കലാണ് ഏറ്റവും പുണ്യകരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖിയാമുൽ ലൈൽ എന്ന നമസ്കാരമാണിത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് റമളാനിൽ മാത്രമല്ല ഇതിനെ ശ്രദ്ധിച്ചിട്ടുള്ളത്. നമ്മിൽ പലരും അങ്ങനെയാണല്ലോ. പക്ഷേ നബി തങ്ങളെ സംബന്ധിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റമളാനിലും അല്ലാത്ത കാലത്തും അവിടുന്ന് 11നേക്കാൾ അധികരിപ്പിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? റമളാനിലും അല്ലാത്ത കാലത്തും അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിച്ചു. അപ്പൊ അത് റമളാനിൽ മാത്രം നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനെ ഈ രാത്രി നിസ്കാരത്തിൽ റമളാനിൽ മാത്ര അല്ല, നമുക്കത് എല്ലാ കാലത്തും നിർവഹിക്കാം. റമളാനിലാകുമ്പോൾ അതിന് ജമാഅത്ത് സുന്നത്തുണ്ട്, പള്ളിയിലാകുമ്പോൾ ആ ജമാഅത്തിന്റെ ശ്രേഷ്ഠത നമുക്കുണ്ട് എന്നതാണ്. റമളാൻ അല്ലാത്ത കാലത്തും പ്രിയപ്പെട്ടവരെ നമുക്കത് നിർവഹിക്കാം. വീട്ടിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് കുടുംബത്തെയും കൂട്ടി സ്ഥിരമായ നിലക്കല്ലാതെ എപ്പോഴെങ്കിലും ഒന്ന് ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ അതും സുന്നത്തിന് വിരുദ്ധമല്ല. സ്ഥിരം ഇങ്ങനെ ജമാഅത്തായി ചെയ്തുകൂടാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് ഉറക്കമിളച്ച് നമസ്കരിക്കുമ്പോൾ അതിന് തഹജ്ജുദ് എന്ന പേര് കിട്ടും. ഇതൊക്കെ ഒന്നാണ്. ഖിയാമുൽ ലൈൽ രാത്രി നമസ്കാരം, തറാവീഹ് ഇടയ്ക്ക് റെസ്റ്റ് വരുന്നു റമളാനിൽ, അതുകൊണ്ട് അങ്ങനെ പേര് കിട്ടി. ഇനിയോ വിത്ർ അവസാനം ഒറ്റയിൽ അവസാനിക്കുന്നു, അപ്പൊ ഒറ്റ എന്ന അർത്ഥമുള്ള വിത്ർ. അതുപോലെ തന്നെ ആ നിലക്ക് ഉറക്കമിളച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നേതായതുകൊണ്ട് അത്തരം ഘട്ടങ്ങളിലുള്ള നമസ്കരിക്കുമ്പോ തഹജ്ജുദ് എന്ന് അറിയപ്പെടുന്നു. അത് റമളാൻ കഴിഞ്ഞാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അതാ വിശ്വാസികളെ പറ്റി ഖുർആൻ പറയുന്നുണ്ടല്ലോ, കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രിയിൽ വളരെ കുറഞ്ഞു മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ഏത് കാലത്തും, റമളാന്റെ കാര്യം മാത്രമല്ല, അവ എല്ലാ കാലത്തും പ്രിയപ്പെട്ടവരെ സുദീർഘമായി നിസ്കരിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. നമുക്ക് അവിടേക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല.
നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ അല്പമെങ്കിലും നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക. റമദാൻ കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ഇശാനിസ്കാരം കഴിഞ്ഞ് അതിന്റെ സുന്നത്തും കഴിഞ്ഞിട്ട് ഫജറാകുന്നതിന്റെ മുമ്പുള്ള സമയത്ത് എപ്പോഴാണോ സാധ്യമാവുക എങ്കിൽ ഒരു 3, 5, 11 വരെ നമുക്ക് സാധിക്കും. ഒരു ദിവസം ഉന്മേഷത്തിലാണ് 11 നിസ്കരിച്ച് പിന്നെ തീരല്ല. അതിനേക്കാൾ നല്ലത് വളരെ കുറഞ്ഞ രൂപത്തിൽ ഒരു 3 റക്അത്ത് എന്നും പതിവാക്കുന്നത്. അത് നിത്യം ചെയ്യുക. നിത്യതയ്ക്ക് ഇസ്ലാമിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട്. നിത്യത വലിയ പ്രാധാന്യമാണ് ഇസ്ലാം കാണുന്നത്. അഹബ്ബുദ്ദീനി ഇലല്ലാഹി അദ്വമഹു. അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മതം, അല്ലാഹുവിന്റെ അടുക്കലേക്ക് സ്വീകാര്യമായ അമൽ എന്താണ്? അദ്വമഹു, നിത്യമായിട്ട് നാം ചെയ്യുന്നതാണ് പടച്ചവന് ഇഷ്ടം. വൈൻ ഖല്ല, അത് വളരെ കുറഞ്ഞതാണെങ്കിലും, കുറച്ചേ ചെയ്യുന്നുള്ളൂ എങ്കിലും സ്ഥിരം ചെയ്യലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് വിത്തറും ആ രൂപത്തിലുള്ള രാത്രി നിസ്കാരമൊന്നും വേണ്ട എന്ന് പ്രിയപ്പെട്ടവരെ ഒരാളും വിചാരിക്കരുത്. എല്ലാ ദിവസവും നമ്മളത് ചെയ്യണം. ആ നിത്യതയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശ്രദ്ധ നോക്കൂ നിങ്ങൾ. അവിടുന്ന് രാത്രിയിൽ നമസ്കരിക്കുന്ന നമസ്കാരം ഏതെങ്കിലും കാരണവശാൽ ഉറങ്ങിയത് കൊണ്ടോ ക്ഷീണം കൊണ്ടോ ഒരു രാത്രി നിർവഹിക്കാനായില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവെന്താണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ അവിടുന്ന് പറയുന്നത്? കാന ഇദാ നാമ മിനൽ ലൈലി ഔ മരിള സ്വല്ലാ ഫിൻ നഹാരി 12 റക്അ. അല്ലാഹുവിന്റെ റസൂലിന്റെ പതിവായിരുന്നു രാത്രിയിൽ വല്ല ദിവസവും ഉറങ്ങിപ്പോയാൽ, ഔ മരിള, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന് രാത്രിയിൽ വല്ല അസുഖം ഉണ്ടായാൽ, ഫിന്നഹാരി സ്വല്ലാ ഫിന്നഹാരി, പകൽ നേരത്തെ റസൂലുള്ള നിസ്കരിക്കും 12 റക്അ, 12 റക്അത്ത് അവിടുന്ന് നിസ്കരിക്കാറുണ്ട്. ഫജറിന്റെയും ദുഹറിന്റെയും ഇടയ്ക്കുള്ള സമയത്ത് അള്ളാഹിന്റെ റസൂല് 12 നിസ്കരിക്കും. അങ്ങനെ 12 ആവാൻ കാരണം സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന റക്അത്ത് എത്രയാണെങ്കിൽ ആ ഒറ്റയായ എണ്ണത്തെ ഇരട്ടയാക്കണം പകൽ നിസ്കരിക്കുമ്പോന്നാണ്. അപ്പൊ നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞു അള്ളാഹിന്റെ റസൂലിനെ നമസ്കാരത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റമളാനിലും അല്ലാത്ത കാലത്തും 11നേക്കാൾ അധികരിപ്പിച്ചിട്ടില്ല. അപ്പൊ എല്ലാ ദിവസവും അള്ളാഹിന്റെ റസൂൽ എത്ര നിസ്കരിക്കും? 11 റക്അത്ത് നമസ്കരിക്കും. റമളാനിലും അല്ലാത്ത കാലത്ത്. ഏതെങ്കിലും ഒരു ദിവസം നബി ഉറങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ രോഗം കാരണത്താൽ ആ രാത്രി നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ, അതിന്റെ പിറ്റേ പകലിൽ സുബഹിക്ക് ശേഷം അഥവാ സൂര്യൻ ഉദിച്ചൊരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ ളുഹായുടെ സമയം ആരംഭിക്കുകയായി. ആ സമയങ്ങളിൽ ളുഹറാകുന്നതിനിടക്കുള്ള സമയത്തിനിടക്ക് 11 നിസ്കാരം രാത്രി പതിവാക്കിയ റസൂലുള്ള ഏതെങ്കിലും ഘട്ടത്തിൽ അത് നഷ്ടപ്പെട്ടു പോയാൽ 12 ആക്കുമത്. കാരണം പകലിൽ വിത്റില്ല, പകലിൽ ഒറ്റയായ നമസ്കാരമില്ല. പകലിൽ രാത്രി നമ്മൾ പതിവാക്കിയിരുന്നതിനെ ഇരട്ടയാക്കുകയാണ് വേണ്ടത്. അപ്പോ ഉദാഹരണത്തിന് ഒരാൾ സ്ഥിരം 3 നിസ്കരിക്കാറുണ്ട്, എന്നും 3 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. അയാൾ ഉറങ്ങി നീറ്റിട്ടാണ് നിസ്കരിക്കല്. ഒരു ദിവസം അയാൾ ഉറക്കത്ത് പെട്ടുപോയി, ഫജർ ബാങ്ക് കൊടുത്തിട്ടാണ് അറിഞ്ഞത്. എന്നാൽ അയാൾക്ക് ഈ സമയത്ത് പിറ്റേന്നത്തെ പകലിൽ 4 റക്അത്ത് ആക്കിയിട്ട് ഇത് പകരം നിർവഹിക്കാം. 3 പറ്റിൽ, 3 അല്ല, 3 ഉള്ളത് 4 ആക്കുക. 3 ഉള്ളത് 4. 5 നിസ്കരിച്ചിരുന്നവൻ 6 ആക്കുക, 7 ആണെങ്കിൽ 8 ആക്കുക, 9 ആയിരുന്നുവെങ്കിൽ 10 ആക്കുക, 11 ആയിരുന്നുവെങ്കിൽ 12 ആക്കുക. അതാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോ അങ്ങനെ ആ കാര്യത്തിൽ ഒരു നിത്യത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നതൊക്കെ നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഒരു കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഴ്തികാഫ് ഒഴിവാക്കി. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? പള്ളി ചെന്ന് നോക്കുമ്പോൾ ഇഴ്തികാഫിന് വേണ്ടിയിട്ട് ഭാര്യമാരൊക്കെ ഉണ്ട് ഇഴ്തികാഫിന്. അപ്പൊ പിറ്റൊരു കൊല്ലം പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ പള്ളിയിൽ ഇഴ്തികാഫ് ഇരിക്കുന്ന ഭാര്യമാർക്ക് വേണ്ടി ചെറിയ ടെന്റുകൾ പള്ളിയിൽ ഉണ്ടാകും. ഒരു കൊല്ലം ചെന്ന് നോക്കുമ്പോൾ പള്ളി മുഴുവൻ ടെന്റ്. അതായത് ഭാര്യമാര് കുറെ ആൾക്കാരിരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളിത് മത്സരത്തിന് വേണ്ടിയാണോ?
മത്സരത്തിന് വേണ്ടി അവരിരുന്നു, എന്നാ ഞാനിരിക്കും. ആ നിലക്കുള്ള ഒരു പ്രത്യേക വാശിയും മത്സരവും, ഒരു വേണ്ടാത്തൊരു മത്സരം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ടെന്റും പൊളിച്ചാണി, നിങ്ങളൊന്നും ഉദ്ദേശം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റൊക്കെ പൊളിപ്പിച്ചു. ഓരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇത്തിക്കാഫ് ഇരിക്കണ്ട, പോ ഇത്തിക്കാഫ് ഇരിക്കണ്ട. അന്ന് അള്ളാന്റെ റസൂലും ആ വിഷമം കാരണത്താൽ ഇത്തിക്കാഫ് ഇരുന്നില്ല. പിറ്റേ കൊല്ലം അതിന് പകരമായിട്ട് 20 ദിവസമാണ് ഇത്തിക്കാഫ് ഇരുന്നത്. അപ്പൊ നോക്കൂ, ഒരു 10 നഷ്ടപ്പെട്ടപ്പോ അത് പിന്നെയും വീണ്ടെടുക്കാൻ അത് ശ്രദ്ധിച്ച് ചെയ്യാണ് എന്നർത്ഥം. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ചില ആൾക്കാർ ഈ ടെന്റ് പൊളിച്ചു കളഞ്ഞ ഹദീസൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കണ ഭാര്യമാരെ അല്ലാഹുവിന്റെ റസൂൽ അടിച്ചു പുറത്താക്കിയിട്ടുണ്ട്, ഒരു പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് ചില ആളുകൾ ഇത് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഇത് സംഭവം വേറെ കേട്ടോ. ഇത് പ്രശ്നം അവര് പള്ളിയിൽ വന്നതോ ഇത്തിക്കാഫ് ഇരുന്നതോ ഒന്നുമല്ല പ്രശ്നം. ചെറിയ ഒരു ഭാര്യമാരാണല്ലോ, പെണ്ണുങ്ങളല്ലേ, ഒരു ചെറിയൊരു അപ്പുറം ഇപ്പുറം ഒരു നേരിയ രൂപത്തിലൊരു വേണ്ടാവാശി മത്സരം വന്നപ്പോ നിങ്ങളെ നിയത്ത് ശരിയല്ല, പൊളിച്ചാണിയൊക്കെ പോയിക്കോളി എന്ന് പറഞ്ഞത്. അതല്ലാതെ അള്ളാന്റെ റസൂൽ ഇത്തിക്കാഫ് തടഞ്ഞതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇത്തിക്കാഫ് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പാടില്ലെന്നായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര് മനസ്സിലാക്കിയിരുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ഭാര്യമാര് ഇത്തിക്കാഫിരുന്നു എന്ന് കാണുമായിരുന്നില്ല. അവരാരും റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്നവരൊന്നുമല്ല. അപ്പൊ അതന്ന് പ്രത്യേകം ഒരു സന്ദർഭമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് സാന്ദർഭികമായി ഉണർത്തി എന്ന് മാത്രം. അപ്പൊ നോക്കൂ, നഷ്ടപ്പെട്ടത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ തന്നെ അതിങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടുവരാനും അതിന്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ വേറെയും ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുബഹി നമസ്കാരത്തിന്റെ ശേഷം നമസ്കരിച്ച ഉടനെ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചല്ലോ, ബിലാൽ ഹദ്ദിസിനി ബി അർജാ അമലിൻ, ബിലാലെ നീ എനിക്ക് പറഞ്ഞതായോ എന്തൊരു മുന്തിയ പ്രവൃത്തിയാണ് ഇസ്ലാമിൽ നീ നിർവഹിക്കാറുള്ളത്? കാരണം സ്വർഗത്തിൽ എന്റെ മുമ്പിലതാ ഇങ്ങനെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേട്ടല്ലോ ബിലാലെ, നിന്റെ ചെരുപ്പിന്റെ ശബ്ദമാണല്ലോ സ്വർഗത്തിൽ ഞാൻ എന്റെ മുന്നിൽ കേട്ടത്. എന്ത് പ്രവൃത്തിയിലാണ് നീ വലിയ കണിശതയും നിത്യതയും പുലർത്താറുള്ളത്? ഏറ്റവും നീ ശ്രദ്ധിക്കുന്ന കാര്യം ഏതാണ്? അപ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ എന്താണ്? ഞാൻ എപ്പോ ശുദ്ധീകരണം വരുത്തിയാൽ അത് രാത്രിയാകട്ടെ, ഫീ സാഅത്തിൻ മിൻ ലൈലിൻ വലാ നഹാർ, രാത്രിയാകട്ടെ പകലാവട്ടെ, ഞാൻ വുളു എടുത്തു കഴിഞ്ഞാൽ ആ വുളു കൊണ്ട് ഞാൻ ഉടനെ എന്ത് ചെയ്യും? ഞാൻ നമസ്കാരം പതിവാക്കാറുണ്ട്. അപ്പൊ വുളു എടുത്താലുള്ള ഒരു 2 റക്അത്ത് സുന്നത്തുണ്ട്. ആ സുന്നത്ത് നമ്മളൊക്കെ അത്ര കണിശത കാണിക്കാറുണ്ടോ? അതിൽ നമുക്ക് സാധിക്കാറുണ്ടോ? വുളു എടുത്തു കഴിഞ്ഞാൽ എപ്പോ വുളു എടുത്തു കഴിഞ്ഞാൽ ഉടനെ ആ 2 റക്അത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ അതിൽ ഞാൻ ഇന്ന് വരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. കണ്ടോ, ആ നിത്യത കാരണമായി അതൊരു വലിയ ഫضലായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ പ്രത്യേകമായ സന്തോഷം അറിയിക്കുകയാണ്. സ്വർഗീയ ലോകത്ത് അത്യുന്നതമായ പദവി കിട്ടാൻ ആ സുന്നത്തിലുള്ള കണിശതയും നിത്യതയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അർഹനാക്കി എന്ന ഏറ്റവും വലിയ അധ്യാപനമാണ്, ഗുണപാഠമാണ് അതിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവൻ നൽകിയിട്ടുള്ളത്. നാം അത് ശ്രദ്ധിക്കുക. ഒന്ന് ശ്രദ്ധ വെച്ചാൽ നമുക്കും അത് നേടിയെടുക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നോക്കൂ നിങ്ങൾ, ഇതുപോലെ തന്നെ നിത്യതയുടെ കാര്യത്തിൽ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശ്രദ്ധ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു തആല അൻഹുവും കിടക്കാനൊരുങ്ങുകയാണ്. കിടക്കുന്ന നേരമാണ്. അതിന് മുമ്പ് ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. കയ്യിലൊക്കെ തഴമ്പ് പൊട്ടി ആസുകല്ല് തിരിച്ച് മാവ് കുഴക്കാൻ വേണ്ടി വീട്ടിൽ വേലക്കാരില്ലാതെ ഇങ്ങനെ വീട്ടിലെ ഭാരിച്ച ജോലി ചെയ്ത് കൈയൊക്കെ പൊട്ടി മുറിവായിട്ട് മകള് വാപ്പന്റെ അടുത്ത് ചെന്നതാ, അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് ചെന്നതാ. റസൂലെ, യുദ്ധത്തിൽ കുറെ അടിമകളെയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, പാപ്പ വിചാരിച്ചാൽ എന്റെ വീട്ടിലേക്കൊരു വേലക്കാരനെ വിട്ടു തന്നാൽ, കണ്ടില്ലേ ഒരുപാട് അധ്വാനിച്ച് ഗോതമ്പ് മാവൊക്കെ അത് പൊടിച്ചുണ്ടാക്കാൻ ഞാൻ ഒരുപാട് പ്രയാസം സഹിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്, ഒരു ഖാദിമിനെ വീട്ടിലേക്ക് നിശ്ചയിച്ചു തന്നാൽ എന്ന് പറഞ്ഞു മകള് ബാപ്പന്റെ അടുത്ത് പോയിട്ടൊരു പ്രത്യേകമായ ആവശ്യം ഉന്നയിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂലപ്പ വീട്ടിലില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോ പറഞ്ഞു, മോള് വന്നിരുന്നു ഫാത്തിമ. എന്തേ വന്നത്? ബാപ്പനോടൊരു കാര്യം പറയാനാ വന്നത്. വല്ലാത്ത ക്ഷീണുണ്ടവർക്ക്, കയ്യിലൊക്കെ തഴമ്പുണ്ട്, മാവ് കുഴക്കാനൊന്നും കഴിയാതായിട്ടുണ്ട്.
അതുകൊണ്ട് ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു വേലക്കാരെ വിട്ടുകൊടുക്കുമെന്ന് ചോദിക്കാനാ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോ തന്നെ ഉറക്കം വരുന്നില്ല. എന്റെ മോളോടൊരു കാര്യം പറയണല്ലോ, മോള് ചോദിച്ചൊരു ആവശ്യമല്ലേ, എന്താ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിലാ വന്നത്. രാത്രിയിൽ തന്നെ പരിഹാരം പറഞ്ഞു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതാ. അപ്പോ മകളും മരുമകനും ഉറങ്ങാൻ കിടന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാതിൽ മുട്ടി, അനുവാദം ചോദിച്ചു, അകത്ത് കടന്നു. അത് കടന്നൊരു അലി റളിയല്ലാഹു തആല അൻഹു പറയണേ, എന്റെയും ഫാത്തിമന്റെയും നടുക്ക് അല്ലാഹുവിന്റെ റസൂലാണ്ട് വന്നിരുന്നു. എന്നിട്ട് അലിനോടും ഫാത്തിമനോടും രണ്ടാളോടും പറഞ്ഞു, മക്കളെ ഇങ്ങനെ ഒരു ആവശ്യങ്ങൾ വന്ന് പറഞ്ഞു അല്ലേ, എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ? എന്താണ്? നിങ്ങൾക്ക് ഖാദിമിനേക്കാളൊക്കെ നിങ്ങൾക്ക് ശാരീരികമായ ഖുവ്വത്ത് കിട്ടാൻ, നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യുന്നതിൽ ഒരു പ്രയാസം തോന്നാതിരിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിലെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഖുവ്വത്തും ഇതൊക്കെ ഉണ്ടാകുവാൻ ഖൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് സുബ്ഹാനല്ലാഹ് 33 തവണ പറയാൻ മറക്കരുതേ. അൽഹംദുലില്ലാഹ് 33 തവണ പറയണേ. അല്ലാഹു അക്ബർ 34 തവണ പറയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വസിയത്ത്. ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അങ്ങനെ 100 എണ്ണം തികച്ച് ഉറങ്ങുന്നതിന് മുമ്പുള്ള പല അദ്കാറുകളുടെ അദ്ഇയത്തുകളുടെ കൂട്ടത്തിൽ, ദുആകളുടെ ദിക്റുകളുടെ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേലക്കാരനെ നിശ്ചയിച്ചു തരണം എന്ന് പോയി ആവശ്യപ്പെട്ട മകൾക്കും മരുമകനും കൊടുക്കുന്ന വസിയത്ത്. നമ്മളാണെങ്കിൽ എന്തായിരിക്കും? ആ സ്ഥാനത്ത് നമ്മളെ ഒന്ന് സങ്കല്പിച്ചു നോക്കി. അമ്മോശാക്കാന്റെ അടുത്ത് നല്ലോണം സൗകര്യങ്ങളുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. നമ്മളെ കാലത്തേക്ക് ചിന്തിക്കുക, എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അമ്മോശന്റെ അടുത്തേക്ക് മകള് പോയതാ എന്തെങ്കിലും ഒരു ആനുകൂല്യത്തിന് വേണ്ടിയിട്ട്. ഭർത്താവ് പറഞ്ഞയച്ചിട്ട് ഭർത്താവിന്റെ ഈ സമ്മതം ഉണ്ടാവുമല്ലോ, അതിനാണല്ലോ മകള് പോണത്. ഒരു കാര്യത്തിന് പ്രയാസപ്പെട്ടപ്പോ പോയി ചോദിച്ചതാ, ഒന്നും കിട്ടിയില്ല, തിരിച്ചു പോന്നു. വൈകുന്നേരം അമ്മോശാക്കിങ്ങനെ കയറി വരുന്നു. ഉറങ്ങാൻ കിടക്കുന്ന നേരത്താ വിളിച്ചൊക്കെ വാതിലോർത്തിയിട്ട്, മക്കളെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടല്ലേ, ഒരു സുബ്ഹാനല്ലാഹ് 33 ചൊല്ലിക്കാണി, ഒരു അൽഹംദുലില്ലാഹ് 33 പറഞ്ഞോളി, ഒരു അല്ലാഹു അക്ബർ 34 പറഞ്ഞോളി. മകളുണ്ടാവും വരിയില് അല്ലേ? മകളുണ്ടാവും വീട്ടില്. എന്താ അപമാനിക്കാൻ വന്നതാ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാ പോരെ, നിങ്ങളൊരു ദിക്ർ പഠിപ്പിക്കാൻ വന്നിങ്ങനെ. പക്ഷേ അലിയുൻ ഫിൽ ജന്ന, അലി സ്വർഗത്തിലാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹാ അതാ സ്വർഗീയ തരുണികളുടെ നേതാവാണ്. അവർക്കതൊരു പ്രയാസമല്ലല്ലോ, അവരതിന് വലിയ നിധി വാപ്പ തന്നത് വല്ലാത്തൊരു മുതലാണെന്ന നിലക്ക് മരുമകനായ അലി റളിയല്ലാഹു തആല അൻഹു, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, മാ വല്ലാഹി മാ തറക്തുഹാ ബഅദു. ആ വസിയത്ത് അല്ലാഹുവിന്റെ റസൂല് ഞങ്ങൾക്ക് നൽകിയതിന്റെ ശേഷം ഒരൊറ്റ രാത്രിയിലും അത് ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടില്ല. നിത്യമായിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. ഇതങ്ങ് അലി റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് സ്മരിച്ചപ്പോ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, വലാ ലൈലത സിഫീൻ, അങ്ങ് ഏറ്റവും കൂടുതൽ വിഷമിച്ച യുദ്ധത്തിന്റെ നേരമാണല്ലോ സിഫീൻ യുദ്ധം. സിഫീൻ യുദ്ധത്തിൽ അങ്ങ് വളരെയേറെ വിഷമിച്ച ദിവസമാണല്ലോ, വലിയ തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നല്ലോ, വല്ലാതെ അങ്ങ് പതറിപ്പോയ നേരമായിരുന്നല്ലോ. അന്ന് നിങ്ങൾ ചൊല്ലിയിട്ടില്ലല്ലോ, എല്ലാ ദിവസവും ചൊല്ലി എന്ന് പറയുന്ന നിങ്ങൾക്ക് അന്ന് നിങ്ങളത് ചൊല്ലി എന്ന് പറയാൻ സാധ്യമാണോ? അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മാ തറക്തുഹാ, ഞാൻ പറഞ്ഞില്ലേ, വലാ ലൈലത സിഫീൻ, എനിക്കേറെ തിരക്കും പ്രതിസന്ധിയും ഉണ്ടായ സിഫീൻ യുദ്ധത്തിന്റെ രാത്രിയിൽ പോലും ഞാനത് പറയാതിരുന്നിട്ടില്ല. നിത്യത. അവരുടെ ജീവിതത്തിലൊക്കെ വലിയ ബർക്കത്ത്, മാനസികമായ ശക്തി, ശാരീരികമായ ഖുവ്വത്ത് അതിലൂടെ അവർക്ക് നേടിയെടുത്തു. എന്താ ചെയ്യുന്നതിൽ അവർക്ക് നിത്യത ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, റമളാനിൽ നമ്മൾ ഖുർആൻ ഓതി, ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, അതുപോലെ തന്നെ നമസ്കാരം നിർവഹിച്ചു, സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിച്ചു, ദാനധർമ്മങ്ങൾ നടത്തി. അതിന്റെ ഒന്നും പുണ്യങ്ങൾ ഇനിയും നമുക്ക് നഷ്ടമാകുന്നില്ല. ഇനിയും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ തുടർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധ്യമാണോ?
എങ്കിൽ നമുക്ക് ആശ്വസിക്കാം, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടെന്ന്. കാരണം മഹാനായ ഹസൻ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹ ലം യജഅൽ ലിഅമലിൽ മുഅ്മിനി അജലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യന് അവന്റെ അമലിന് ഒരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല. ദൂനൽ മൗത്ത്, മരണം തന്നെ അവന്റെ പരിധി. മരിക്കോളം അമല് ചെയ്യണം, മരിക്കോളം അമല് ചെയ്യാം. എന്നിട്ട് അദ്ദേഹം തെളിവായിട്ട് ആയത്തോതി സുമ്മ ഖറാ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് മരണം വന്നെത്തുന്നത് വരെ നീ ഇബാദത്ത് ചെയ്തോ. മരണം വന്നെത്തുന്നത് വരെ. യഖീൻ എന്ന് പറഞ്ഞ അവിടെ അർത്ഥം എന്താണ്? വഅബ്ദു റബ്ബക, നിന്റെ റബ്ബിന് നീ ഇബാദത്ത് ചെയ്തോ. ഹത്താ യഅതിയക, നിനക്ക് വന്നെത്തുന്നത് വരേക്കും അൽ യഖീൻ അയ്യൽ മൗത്ത്, മരണം വരുന്നത് വരെ ഇബാദത്ത് എടുത്തോളണം. ചില പഴച്ച കക്ഷികൾ ഈ യഖീനിന് അർത്ഥം പറഞ്ഞത് എന്താണ്? ഉറപ്പ്. അള്ളാഹിനെ പറ്റി നല്ല ഉറപ്പ് വരുന്നത് വരെ ഇബാദത്ത് എടുത്തു. അങ്ങനെയാണ് ഈ സൂഫികൾ, ചില കള്ള സൂഫികൾ എന്ത് ചെയ്തത്? പിന്നെ എന്ത്, അള്ളാഹിനെ കുറിച്ചുള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിക്കണ, അപ്പൊ ഞങ്ങൾ നിസ്കരിക്കാത്തത്. കാരണം ഖുർആൻ പറയുന്നത് എന്താണ്? ഉറപ്പ് കിട്ടോളം നിസ്കരിച്ചോ, ഉറപ്പ് കിട്ടോളം നോമ്പ് പറ്റോന്നാ. ഞങ്ങൾ നിസ്കാരം നോമ്പൊക്കെ ഒഴിവാക്കി. കാരണം ഞങ്ങൾക്ക് പടച്ചോനെ പറ്റി നല്ല യക്കീൻ ഉറപ്പിലാണ്. നല്ല യക്കീൻ ഉറപ്പ് കിട്ടി. അള്ളാഹിനെ പറ്റി ഞങ്ങളിപ്പോ ആ മർത്തബയിലേക്ക് എത്തിയത് കൊണ്ട് നീ ഇബാദത്തൊന്നും വേണ്ട എന്ന് ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിച്ചൊപ്പിച്ച പിഴച്ചുപോയ കക്ഷികളുണ്ട്. പൈശാചിക ശക്തികളാണവർ. ആ നിലക്ക് ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അതല്ല അതിന്റെ ഉദ്ദേശം. അതിന്റെ ഉദ്ദേശം മരണം വരെയും ഒരു വിശ്വാസി വലിയ ആവേശത്തിലും ഉന്മേഷത്തിലും ഉത്സാഹത്തിലുമൊക്കെ ഇബാദത്തുകളിൽ സജീവമാകേണ്ടതുണ്ട്. ദാനധർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? ദാനധർമ്മങ്ങൾ അത് എല്ലാ കാലത്തും, റമദാനിൽ മാത്രല്ല. വഖിറുല്ലാഹ ഖർളൻ ഹസനാ, നിങ്ങൾ അല്ലാഹുവിന് ഏറ്റവും നല്ല രൂപത്തിൽ കടം നൽകൂ. അള്ളാഹ്ക്ക് കടം കിട്ടേണ്ടത് അള്ളാഹ് ഫഖീറായിട്ടല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗങ്ങളിലേക്ക് നൽകുന്ന ചെറുതോ വലുതോ ആയ സംഭാവനകൾ ഏതോ ആകട്ടെ. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ, നന്മയിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്കായി എന്തൊന്ന് സമർപ്പിക്കുന്നുവോ തജിദൂഹു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ അതിനെ കണ്ടെത്തുക തന്നെ ചെയ്യുന്നതാണ്. ഹുവ ഖൈറൻ വ അഅ്ളമ അജ്റാ, ഏറ്റവും നല്ലതായ നിലയ്ക്ക് വമ്പിച്ച പ്രതിഫലം നൽകപ്പെടുന്ന നിലക്ക് അതവിടെ കണ്ടെത്തുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ സജീവമായ ശ്രദ്ധ ഈ വിഷയത്തിൽ കാത്തു സൂക്ഷിക്കണം എന്നതാണ് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടുമൊക്കെ എനിക്ക് പറയാനുള്ളത്. നാം രാത്രികളിൽ നമസ്കാരം, ആ നമസ്കാരത്തിന്റെ പ്രത്യേകമായ ഒരു പ്രത്യേകത എന്താണ്? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്ന സന്ദർഭമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹുവിനോടൊരു അടിമ ഏറ്റവും അടുക്കുന്ന നേരം ഏതാണ്? സുജൂദിലാണ്. ആ സുജൂദിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് കൂടുതൽ ചോദിക്കാം. അതുപോലെ തന്നെ ഒരു റിപ്പോർട്ടിൽ കാണാം, അഖ്റബു മാ യകൂനുൽ അബ്ദു ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന യാമങ്ങളിലാണ് ഒരടിമ അല്ലാഹുവിനോട് ഏറ്റവും അടുക്കുന്നത്. ഫൈനിസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക സാഅതി ഫകുൻ, ആ നേരത്ത് നിന്റെ റബ്ബിനെ ഓർക്കാൻ സാധ്യമാകുന്നവരുടെ കൂട്ടത്തിൽ നിനക്ക് ഉൾപ്പെടാൻ സാധിക്കുമെങ്കിൽ ഫകുൻ, നീ അങ്ങനെ ആയിത്തീരുക എന്നാണ്. പടച്ചവനോട് ഏറ്റവും അടുക്കുന്ന ഖാസാകുന്ന സമയം ഏറ്റവും ആ നേരമാണ്. ഫജ്റിന്റെ മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് ശ്രദ്ധ വെച്ച് എഴുന്നേറ്റാൽ, ഫജ്റിന്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ദിനചര്യകളൊക്കെ പെട്ടെന്ന് കഴിച്ച് ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് സുബഹിക്ക് മുമ്പ് കിട്ടുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ അതിലും കൂടുതൽ ലഭിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ആ ഒരു സമയത്തൊരല്പനേരമെങ്കിലും നമസ്കരിച്ച് ആരും അറിയണ്ട, ആരും കാണണ്ട, ആരും കേൾക്കണ്ട, അവനവന്റെ മനസ്സിന്റെ സങ്കടങ്ങൾ പരമകാരുണികനായ റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ആ കണ്ണുനീരൊഴുകുന്ന കണ്ണുകൾ നരകത്തി സ്പർശിക്കൂല. ചോദിച്ചോളൂ, തരാം. ഇസ്തിഗ്ഫാർ ചോദിച്ചോളൂ, പൊറുത്തു തരാം. തൗബ ചെയ്തോളൂ, തൗബ സ്വീകരിക്കാം. ചോദിച്ചോളൂ, തരാം എന്ന് ഓഫർ പറയുന്ന പ്രത്യേകമായ നേരമാണ്. അത് റമദാനിൽ മാത്രമാണ്, നമ്മളാരും ധരിക്കരുത്. റമദാനിൽ മാത്രമല്ല, എല്ലാ കാലത്തും അതുണ്ട്, എല്ലാ രാത്രികളിലും അതുണ്ട്. അതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഖുർആനോത്ത് നമ്മൾ നിർത്തിവെക്കരുത്. ഖുർആനോത്ത്
ഇഖാമത്ത് നിർത്തിവെക്കരുത്. ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലെങ്കിലും ഖത്തം തീരണമെങ്കിൽ ഒരു ദിവസം പ്രിയപ്പെട്ടവരെ 10 പേജ് 5 കഷ്ണം ഓതാൻ ശ്രദ്ധിച്ചാൽ നമുക്ക് സാധിക്കില്ലേ? സാധിക്കും. ഒരു മാസത്തിൽ തീർക്കാൻ കഴിയും, അതല്ലെങ്കിൽ 2 മാസം കൊണ്ട് തീർക്കാൻ കഴിയും. ഖുർആൻ ഓതാത്ത ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ഞാൻ തീരുമാനിക്കണം. ഖുർആൻ ഓതാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അല്പമെങ്കിലും പ്രിയപ്പെട്ടവരെ നാം അതിൽ ശ്രദ്ധയുള്ളവരാകണം. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുക. അതുപോലെ തന്നെ നല്ലവരുമായിട്ടുള്ള മുജാലസത്ത്, അവരുമായി വേദി പങ്കിടലും അത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള സഹവാസങ്ങളും കൂട്ടുകെട്ടുകളുമൊക്കെ നമ്മെ നന്മയിലേക്ക് എത്തിച്ചേർക്കും. അതൊക്കെ റമദാൻ കഴിഞ്ഞാലും ശ്രദ്ധിക്കണം. റൂമുകളിലുള്ളവരാരെന്ന് കൃത്യമായി പരിശോധിക്കണം. എങ്ങനത്തെ ആളുകളാണ് റൂമുകളിൽ നാം മനസ്സിലാക്കണം. മോശപ്പെട്ട വിശ്വാസമുള്ളവർ, പിഴച്ചുപോയ കക്ഷികളിലെ അംഗങ്ങൾ അവരുടെ കൂടെയൊക്കെ ജീവിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ രോഗങ്ങൾ നമ്മിലേക്ക് പകരാൻ പാടില്ല. അവരുടെ വിശ്വാസ രോഗങ്ങൾ പകരരുത്, കർമ്മരോഗങ്ങൾ പകരരുത്, അവരുടെ ഒരു രോഗങ്ങളും നമ്മിലേക്ക് പകരരുത്. കാരണം റമദാൻ മാസത്തിലൊക്കെ ഓഫാക്കിയിട്ട് മനുഷ്യന്മാരിപ്പോൾ എല്ലാം തുടങ്ങിയിരിക്കുകയാണ്. റൂമുകളിലൊക്കെ സിനിമകൾ, സീരിയലുകൾ, പാട്ടുകൾ എല്ലാം സജീവമായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതിയ ഈ കണ്ണുകൾ കൊണ്ട് ഇനി നമ്മളത് കാണണ്ട, ഇനി അത് കാണണ്ട. ഖുർആൻ കേട്ട കാതുകളാണിത്. ഇനി ഇതുകൊണ്ട് നമുക്ക് ഈ മ്യൂസിക് കേൾക്കണ്ട. ഇനി ഹറാമായ ഒരു ഭാഗത്തേക്കും എന്റെ കണ്ണ് പോകില്ല, എന്റെ മക്കളുടെ കണ്ണു പോകാൻ ഞാൻ സമ്മതിക്കൂല, ഈ വീട്ടിൽ അത് ഇനി പാടില്ല എന്ന് ഈമാനുള്ള പെണ്ണുങ്ങൾ തീരുമാനിക്കണം, ഈമാനുള്ള ആണുങ്ങൾ തീരുമാനിക്കണം. ഈമാനുള്ള ആണുങ്ങൾ തീരുമാനിക്കുമ്പോൾ ഈമാനുള്ള പെണ്ണുങ്ങൾ ഇതിന് കൂട്ടുനിൽക്കണം. ഈമാനുള്ള പെണ്ണതിന് പ്രത്യേകമായ താല്പര്യമെടുക്കുമ്പോൾ ഭർത്താക്കന്മാരതിന് കൂട്ടുനിൽക്കണം. മക്കള് സഹകരിക്കണം, മാതാപിതാക്കൾ സഹകരിക്കണം, ഒരു റൂമിലുള്ള മുഴുവൻ ആളുകളും അതിന് സഹകരിക്കണം. എന്തിനു വേണ്ടി? പടച്ച റബ്ബിന് വേണ്ടി ഉറക്കമിളച്ച ഈ കണ്ണുകൾ ഇനി റബ്ബിന് തൃപ്തികരമല്ലാത്തതിലേക്ക് നോക്കിക്കൊണ്ട് ഉറക്കമിളക്കൂല. അതിൽ എന്റെ കാതിൽ ഞാൻ കൊടുക്കൂല. ഇനി ഒരു ഹറാമിലേക്ക് ഞാൻ പോകൂല. റമദാനിൽ നമ്മൾ പറഞ്ഞത് ഇന്നി സായിം, ഇന്നി സായിം, ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പുകാരനാണ്. ഇനി ഓരോ ദിവസങ്ങളിലും നമുക്ക് അത്തരത്തിലെ ദുഷിച്ച ചിന്തകൾ വരുമ്പോ നമ്മുടെ മനസ്സിനോട് നാം പറയേണ്ടത് എന്താണ്? ഞാൻ നോമ്പുകാരനായിരുന്നു, ഞാൻ മുമ്പ് നോമ്പെടുത്ത ആളാണ്, ഞാൻ നോമ്പെടുത്തവനാണ്, ഇനി എനിക്കത് കാണാൻ പറ്റൂല. ഞാൻ നോമ്പെടുത്തവനാണ്, എനിക്ക് കേൾക്കാൻ പറ്റൂല. ഞാൻ നോമ്പെടുത്തവനാണ്, എനിക്കത് പറയാൻ പറ്റൂല. കാരണം കഴിഞ്ഞ കാല നോമ്പുകളുടെ സ്വീകാര്യതക്ക് ഏറ്റവും വലിയ ഉദാഹരണമായി പണ്ഡിതന്മാര് പറഞ്ഞത് ഇനി അങ്ങോട്ടുള്ള ജീവിതമാണ്. അപ്പോൾ കഴിഞ്ഞ നോമ്പിനെ ബാധിക്കും. ഇനിയും നമ്മൾ ഹറാമുകൾ ചെയ്താൽ കഴിച്ച മരുന്നിന് ഫലമില്ലാത്ത ഒരവസ്ഥയുണ്ടാകും. ചില രോഗികൾ അവർ മരുന്ന് കഴിച്ചാൽ, ഗുളിക കഴിച്ചാൽ, ആളുകൾ ഏതെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്താലും പറയും എനിക്ക് വേണ്ട, ഞാൻ ഇപ്പം മരുന്ന് കഴിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ഇപ്പം മരുന്ന് കഴിച്ചിട്ടേ ഉള്ളൂ. എന്താ ഇതിനർത്ഥം? ആ കഴിച്ച മരുന്നിന്റെ ഫലം പോയി പോകും ഇപ്പൊ ഞാൻ ഈ ഭക്ഷണം കഴിച്ചാൽ എന്നാണ്. ഇതേപോലത്തെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. ഞാൻ 30 ദിവസം നോമ്പെടുത്തവനാണ്, തറാവീഹ് നിസ്കരിച്ചവനാണ്, സ്വതക്ക കൊടുത്തവനാണ്, ഖുർആൻ ഓതിയവനാണ്. ഇല്ല, ഇനി അരുതായ്മകളിലേക്ക് നോക്കാൻ എന്റെ കണ്ണ് കിട്ടില്ല, കാതു കൊടുക്കില്ല, ഞാൻ നാവ് ചലിപ്പിക്കില്ല, അത്തരം വേദികളിലേക്ക് ഞാനില്ല. ആ തീരുമാനമെടുക്കാൻ ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, നമുക്ക് സാധ്യമായാൽ നമുക്കും ആശിക്കാം. പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ എന്റെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടാകും, എന്റെ തറാവീഹ് കൊണ്ട് ഫലമുണ്ടാകുമെന്ന്. അതില്ലെങ്കിലോ വെറുതെയാണ്, വെറുതെയാണ്. അത്തരത്തിൽ ദുർഭാഗ്യവാന്മാരിൽ പെടാതെ നമ്മളൊക്കെ ജാഗ്രതയുള്ളവരാവുക. നാം നമ്മുടെ ജീവിതത്തെ ഓരോ ചുവടുവെപ്പുകളും ഞാൻ നോമ്പനുഷ്ഠിച്ച് ശുദ്ധിയായവനാണെന്ന ധാരണയോടുകൂടി ഓരോ ചലനങ്ങളിലും സൂക്ഷ്മതയുള്ളവരാകുവാൻ പരമാവധി ശ്രദ്ധയുള്ളവരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഏത് ഘട്ടത്തിലും അവനെ കാത്തു സൂക്ഷിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നാഥൻ നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് ശമനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ